ഹായ് ഫ്രണ്ട്സ്, പാലക്കാരൻ മീഡിയയുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെക്ക് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും വളരെ പ്രത്യേകതയുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കിടിലൻ ഐറ്റമാണ് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. ഈ കാര്യം മറന്നു പോകരുത് നിങ്ങൾ, അത് വളരെ ആവശ്യമാണ്, ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം നമുക്ക് ലൈക്കും കമൻറ്റും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം നമ്മൾ നമ്മുടെ മോൺസ്റ്ററിനെ അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം ഇതാണ്, IQOO7. IQOO ബ്രാൻഡിനെ പറ്റി എല്ലാവർക്കും അറിയില്ല. കുറച്ച് ആൾക്കാർക്ക് അറിയാം, കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ IQOO ബ്രാൻഡിനെ പറ്റി ബ്രീഫായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ വിവോ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. വിവോ എന്ന ബ്രാൻഡ് വളരെ പോപ്പുലറാണ് മൊബൈൽ ഫോൺ. വിവോ ബ്രാൻഡിന് വേണ്ടിയിട്ട് ചൈനീസ് മാർക്കറ്റിൽ പെർഫോമൻസ് ഫോണുകൾ ഇറക്കിയ ഒരു ബ്രാൻഡാണ് IQOO. 2019 മാർച്ചിലാണ് ഇവർ സ്വതന്ത്രമായിട്ടൊരു ഫോൺ ഇറക്കുന്നത്. IQOO3 എന്ന മോഡലായിരുന്നു അന്ന് ആദ്യം ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത് IQOOയുടെ പേരിൽ. ഇതാണ് നമ്മുടെ IQOO7. വിവോയുമായിട്ട് സാമ്യമുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ നല്ല നൈസ് ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു TPU കവറുണ്ട്, ഒരു USB-C ടൈപ്പ് ചാർജർ കേബിളാണ്, കൂടെ ഉള്ളത് ഫാസ്റ്റ് ചാർജറാണ്. ഇത്തരം കാര്യങ്ങളാണ് IQOO7 ബോക്സിനുള്ളിലുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സിൽ സ്പെക്കുകളൊന്നും അവർ എഴുതിയിട്ടില്ല, പക്ഷേ നമ്മൾ ഇതിൻ്റെ മെയിൻ സ്പെക്കുകളെല്ലാം ഒന്ന് നോക്കി പറയാം. ആദ്യത്തെ ക്വാളിറ്റി പറയാനുള്ളത് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 870 പ്രോസസ്സറാണ്, ലേറ്റസ്റ്റ് പ്രോസസ്സറാണ് വരുന്നത്. 5G സപ്പോർട്ടഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറയാനായിട്ടുള്ളത്. രണ്ടാമത് പറയാനുള്ളത് ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പാണ് ഇതിന് വരുന്നത്. വീഡിയോ ഫ്ലൂവൻസി നല്ല നൈസ് ഫ്ലൂവൻസിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. തേർഡ് പറയാനുള്ള ഡിസ്പ്ലേ ആണ് 120 Hz AMOLED ഡിസ്പ്ലേ ആണ് IQOO7 പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ക്യാമറയുടെ കാര്യം നമുക്ക് നോക്കാം. ബാക്കിൽ 48 MB OIS ട്രിപ്പിൾ ക്യാമറയാണ് റിയർ ക്യാമറ വരുന്നത്. 48 MB 13 MB 2 MB ഈ 3 ക്യാമറകളാണ് ബാക്ക് സൈഡിൽ വരുന്നത്. അടുത്ത ബാറ്ററിയാണ് പറയാൻ പോകുന്നത്. 4400 mAh ബാറ്ററിയാണ് IQOO7 വരുന്നത്. അതുപോലെ ഫ്ലാഷ് ചാർജിങ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 66 വാട്ട് ചാർജറാണ് ഇതിൻ്റെ ഒപ്പം നമുക്ക് തന്നിരിക്കുന്നത്. ഫ്ലാഷ് ചാർജിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചാർജ് ചെയ്ത് കിട്ടും. IQOO7ൻ്റെ കളറ് 2 വേരിയൻ്റാണ് വരുന്നത്. ഒന്ന് സ്റ്റോൺ ബ്ലാക്കാണ് നമ്മൾ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് സോളിഡ് ഐസ് ബ്ലൂ എന്നൊരു കളറോടെയാണ് വരുന്നത്. അങ്ങനെ 2 വേരിയൻ്റാണ് IQOO7 വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് IQOO7 ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫൺ ടച്ച് OS ആണ് വരുന്നത്. യൂസർ ഇൻ്റർഫേസ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. 3.2 GHz സ്നാപ്ഡ്രാഗൺ 870 ഒക്ടാ-കോർ പ്രോസസ്സറാണ് വരുന്നത്. റാം 8 GB റാമിൻ്റെ ഒപ്പം എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. 3 GB റാം കൂടെ എക്സ്ട്രാ എക്സ്റ്റെൻഡ് ചെയ്യാനാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ്. 128 ഫോൺ സ്റ്റോറേജുമാണ്. എങ്കിലും നമുക്ക് ഇതിൻ്റെ ഓരോരോ സ്പെക്കുകൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ആരും തന്നെ പ്രോസസ്സറാണ് പറയുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ആരും തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്നാപ്ഡ്രാഗണിൻ്റെ 870 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 8 സീരീസിൽ ഹൈ എൻഡിൽ പെടുന്ന ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗണിൻ്റെ 870. 5G സപ്പോർട്ടഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്പെക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ
ഓവറോൾ പെർഫോമൻസ് എല്ലാം തന്നെ ടോപ്പായിരിക്കും. ഗെയിമിംഗ് ആണെങ്കിലും വീഡിയോ എക്സ്പീരിയൻസ് ആണെങ്കിലും നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് 870 പ്രോസസ്സർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ്. അങ്ങനെ ഒരു ചിപ്പ് കൂടി ഇതിനകത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി പറയുന്നത് ക്വാളിറ്റി വിഷ്വൽസ് പ്രൊവൈഡ് ചെയ്യും. അതായത് നല്ല സ്മൂത്ത് വിഷ്വൽസ് ആയിരിക്കും. അതുപോലെ ഒരു വീഡിയോയുടെ ആണെങ്കിലും ഒരു പിക്ചറിൻ്റെ ആണെങ്കിലും അതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി ശകലം പോലും നമുക്ക് ലോസ് വരാതെ വളരെ ക്വാളിറ്റിയിൽ തന്നെ ആയിരിക്കും അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഗെയിമിങ്ങിന് അതിൻ്റെ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ശകലം പോലും ചോർന്നു പോകാതെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ വീഡിയോസ് ആണെങ്കിലും അതിൻ്റെ ആ കറക്റ്റ് വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും കിട്ടും. അതാണ് ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇത് പറയാൻ പോകുന്നത് റാമിനെ പറ്റിയിട്ടാണ്. 8 GB റാമാണ് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ മറ്റൊരു സ്പെക്ക് കൂടി ഇതിന് പറയുന്നുണ്ട്. എക്സ്റ്റൻഡഡ് റാമാണ് ഇതിന് പറയുന്നത്. 8 GB റാം ഹാർഡ്വെയറിൽ വരുന്നതാണ് 8 GB റാമാണ്. പക്ഷേ കൂടുതൽ റാം നമുക്ക് ഫോൺ മെമ്മറിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിലേക്ക് വരുന്നുണ്ട്. അത് വലിയൊരു ക്വാളിറ്റിയാണ്. അധികം സെറ്റുകളിലൊന്നും അങ്ങനെ അത് കണ്ടിട്ടില്ല. എക്സ്റ്റൻഡ് റാം എന്നുള്ളത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ട് വരുന്നതാണ്. ഇതിൽ തന്നെ ബിൽറ്റ് ചെയ്തിരിക്കുന്നതാണെന്നുള്ളതാണ് പ്രധാന സവിശേഷത. അടുത്ത പറയാനുള്ള ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ നമുക്ക് പറയുന്നത് 120 Hz AMOLED ഡിസ്പ്ലേ ആണ് IQOO7 വരുന്നത്. വിഷ്വൽസിൻ്റെ ആ കറക്റ്റ് സ്മൂത്ത് എക്സ്പീരിയൻസ്, അതായത് വളരെ ഷാർപ്പായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ നമ്മളൊരു പിക്ചർ എടുത്താലും ഒരു വീഡിയോ കണ്ടാലും ആ ഒറിജിനൽ എഫക്റ്റും കറക്റ്റ് ഷാർപ്പായിട്ട് തന്നെ നമുക്ക് പിക്ക് ചെയ്ത് തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പറയാനായിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ HDR10 സപ്പോർട്ടറാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. ചാർജിങ് സെക്ഷനും ബാറ്ററി സെക്ഷനുമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ബാറ്ററി സെക്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 4400 mAh ബാറ്ററിയാണ് IQOO7 വരുന്നത്. അതുപോലെ ചാർജർ നമ്മൾ ഫ്ലാഷ് ചാർജർ എന്നാണ് പറഞ്ഞത്. 66 വാട്ടേജ് വരുന്ന ഫ്ലാഷ് ചാർജറാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു 0 കിടക്കുന്ന ചാർജിങ് ആണെങ്കിൽ അത് ഫുൾ ആകാനായിട്ട് നമുക്കൊരു 30 മിനിറ്റ് മതി എന്നാണ് കമ്പനി പറയുന്നത്. അടുത്തായിട്ട് പറയാനുള്ളത് മോൺസ്റ്റർ ടച്ച് എന്നുള്ളൊരു ക്വാളിറ്റിയാണ്. ടച്ച് സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. അത് 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ഇതിന് പറയുന്നത്. ഒപ്പം 1000 Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൂടെ ഇതിന് പറയുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഗെയിമിങ്ങിലായിരിക്കും. ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടച്ചിങ് പർപ്പസാണ് ഇതിന് വരുന്നത്. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുള്ളത് ഇത്തരം സ്പെക്കുകളുള്ള ഒരു ഫോൺ എന്തായാലും നമ്മൾ വർക്ക് ചെയ്യിച്ചാൽ നല്ല രീതിയിൽ ഹീറ്റ് ആകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് ഈ സെറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഹീറ്റ് ആകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാനായിട്ടുള്ളത്. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് കൃത്യമായിട്ട് പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വൈഫൈ ഉപയോഗിച്ചാണെങ്കിൽ ഡേറ്റ വളരെ ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഇതൊക്കെ നമ്മൾ വളരെയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ വരുന്നത് മാക്സ്വെൽ ആൻറ്റിന സിസ്റ്റമാണ്. വളരെ ഫ്ലുവൻസിയിൽ നെറ്റ്വർക്ക് നല്ല രീതിയിൽ കവറേജ് ചെയ്യും. അതുപോലെ ഡേറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു സ്പെക്കായിട്ട് പറയാനുള്ളത്. അടുത്തായിട്ട് പറയാനുള്ളത് സ്പീക്കറാണ്. ഫോണിൻ്റെ ഡ്യുവൽ സ്റ്റീരിയോ സറൗണ്ട് സ്പീക്കറാണ് വരുന്നത്. അതുപോലെ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ നല്ല രീതിയിൽ സപ്പോർട്ടാണ്. നമ്മളിപ്പം ഗെയിം കളിച്ചാലും വീഡിയോ കണ്ടാലും നമ്മൾ ഈ ഹെഡ്സെറ്റ് ഒന്ന് നമ്മൾ അൺപ്ലഗ് ചെയ്ത് നമ്മൾ കണ്ടാലും തന്നെ അതിൻ്റെ ഓഡിയോ എക്സ്പീരിയൻസ് വളരെ സ്മൂത്തായിട്ടുള്ള ഓഡിയോ, അല്ലെങ്കിൽ നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അടുത്ത നമ്മൾ ഫോണിൻ്റെ ക്യാമറയെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ബാക്കിൽ 3 ക്യാമറയാണ് വരുന്നത്. 48 MB OIS മെയിൻ ക്യാമറ വരുന്നത് 48 MB ആണ്. അതുപോലെ 13 MB 120 ഡിഗ്രി വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. 2.5 cm മാക്രോ ക്യാമറയും ആ 13 MB തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു മോണോ ക്യാമറ വരുന്നുണ്ട്, 2 MB ആണ് അത് വരുന്നത്. അങ്ങനെ 3 ക്യാമറയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. 48 MB 13 MB 2 MB. ഫ്രണ്ടിൽ വരുന്നത് 16 MB ക്യാമറയാണ്. മോശമില്ലാത്തൊരു നല്ല ക്യാമറ തന്നെയാണ് ഫ്രണ്ടിലും വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് അൾട്രാ സ്റ്റേബിൾ മോഡാണ് പറയുന്നത്. നല്ല ഫ്ലൂവൻസി ആയിരിക്കും. അതുപോലെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് നമ്മൾ ഷെയ്ക്കായി പോകും. ഷെയ്ക്കായി പോയി കഴിയുമ്പം ഒരു പിക്ചർ അത് കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ ഒരു വീഡിയോ പിടിച്ചാലും ഇച്ചിരി ഷെയ്ക്ക് വന്നാൽ വളരെയധികം നല്ലൊരു പോരായ്മയായിട്ട് വരാറുണ്ട്. പക്ഷേ ഈ സെറ്റിനെ സംബന്ധിച്ച് ഇങ്ങനൊരു ഓപ്ഷൻ പറയുന്നത് നല്ല ഫ്ലൂവൻസിയിൽ വീഡിയോ പിടിക്കാൻ പറ്റും. അതുപോലെ പിക്ചറാണെങ്കിലും നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്ത് കിട്ടും. നല്ല സ്മൂത്തായിട്ട് പിക്ക് ചെയ്ത് തരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിന് വരുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നല്ല ഫാസ്റ്റ് റെസ്പോൺസാണ് കിട്ടുന്നത്. IQOO7 ഡ്രോബാക്സ് കൂടെ നമ്മൾ പറയുകയാണ്. ഡ്രോബാക്സ് പറയാനുള്ളത് ഒന്ന്, നമുക്ക് മെമ്മറി കാർഡ് സ്ലോട്ട് ഇല്ല എന്നുള്ളതാണ്. ഡുവൽ സിം സ്ലോട്ട് ഉണ്ട്, പക്ഷേ മെമ്മറി കാർഡ് സ്ലോട്ട് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. അതുപോലെ നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് ഇല്ല. അതായത് ഹെഡ്സെറ്റ് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും നമുക്ക് ചാർജർ വരുന്ന C ടൈപ്പ് ചാർജറാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതിൽ നിന്ന് തന്നെ ഒരു എക്സ്റ്റൻഡഡ് കണക്ഷൻ എടുത്തിട്ട് നമുക്ക് അതിൽ തന്നെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. പക്ഷേ അത് ഇതിൻ്റെ കൂടെ അവർ അവൈലബിൾ ആക്കിയിട്ടില്ല. അപ്പം എക്സ്റ്റൻഡ് കേബിൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങേണ്ടി വരും. അങ്ങനെ ഒരു കേസേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഡ്രോബാക്സ് ആണ് IQOO7 ഉള്ളത്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തത് 32 രൂപയോളം റേറ്റ് വരുന്ന ഒരു സെറ്റാണ് IQOO7.
31,990 രൂപയാണ് ഇതിൻ്റെ കറക്റ്റ് റേറ്റ് നമ്മൾ പറയുകയാണ്. ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്ത്. നമ്മൾ ഗെയിമിങ്ങിലൊക്കെ അത് വളരെയധികം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിച്ചു. നല്ലൊരു ഗെയിം തന്നെയാണ്, നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ സാധാരണ ഗെയിം കളിക്കുന്ന ഒരു ഹെഡ്സെറ്റ് കുത്തി എക്സ്പീരിയൻസ് ചെയ്താണ് കളിക്കുന്നത്. നമ്മൾ ഹെഡ്സെറ്റ് നമുക്ക് ഇജക്റ്റ് ചെയ്താലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. സറൗണ്ട് സൗണ്ട് 2 സ്പീക്കറും നല്ല ഈക്വൽ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഹീറ്റിംഗ് ഒട്ടും ഫീൽ ചെയ്തിരുന്നില്ല. ഹീറ്റിംഗ് ഒട്ടും തന്നെ നമുക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്. പിന്നെ നമ്മൾ 4400 ബാറ്ററി എന്ന് പറഞ്ഞു, പക്ഷേ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ബാറ്ററി ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ ചാർജ് തീർന്നു പോവുക അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആണ് IQOO7 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 32,000 രൂപയ്ക്ക് നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ IQOO7 ഞാൻ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ IQOO7 മോഡലാണ് നമ്മൾ അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളും സ്പെക്കും എല്ലാം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.